ദി മേക്കിംഗ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിലൊരു 4 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പാർട്ടാണ്. ഈ 5ാമത്തെ പാർട്ടിൽ ദി മാർച്ച് ടു ദണ്ഡി മാർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. പൂർണ്ണ സ്വരാജ് വുഡ് നെവർ കം ഓൺ ഇറ്റ്സ് ഓൺ. പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അങ്ങനെയങ്ങ് നമുക്ക് കിട്ടില്ല. ഇറ്റ് ഹാഡ് ടു ബി ഫൗട്ട് ഫോർ. നമുക്കതിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻ 1930 ഗാന്ധിജി ഡിക്ലെയർഡ് ദാറ്റ് ഹി വുഡ് ലീഡ് എ മാർച്ച് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ. ഉപ്പ് നിയമം അല്ലെങ്കിൽ സോൾട്ട് ലോ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുകയാണ് ഒരു മാർച്ച് നടത്താനായിട്ട്, ദണ്ഡിയിലോട്ടൊരു മാർച്ച്. അങ്ങനെ ഗാന്ധിജി അത് 1930 ഡിക്ലെയർ ചെയ്യുകയാണ് ഈ ദണ്ഡി മാർച്ച്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഈ ലോ എന്താ പറയുന്നത്, ഈ സോൾട്ട് ലോ പറയുന്നത് ദ സ്റ്റേറ്റ് ഹാഡ് ദ മൊണോപ്പൊളി ഓൺ ദ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് സോൾട്ട്. ഉപ്പിൻ്റെ മാനുഫാക്ചറിലും അതുണ്ടാക്കാനും അതിൻ്റെ സെയിലിനും അത് വിൽക്കാനും സ്റ്റേറ്റിന് മാത്രം, ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരം കൊടുക്കുന്ന നിയമമായിരുന്നു ഈ സോൾട്ട് ലോ. മഹാത്മാഗാന്ധി along with other nationalists reasoned that it was sinful, it was wrong to tax salt since it is such an essential item of our food. ഭക്ഷണത്തിൻ്റെ ഒരു വളരെ പ്രധാനമായ ഒരു എസെൻഷ്യൽ ഐറ്റമാണ് സോൾട്ട്. അപ്പോൾ സോൾട്ടിൻ്റെ മേളിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്, ടാക്സ് എടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മഹാത്മാഗാന്ധിയും മറ്റുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സും പറയുകയാണ്. ദി സോൾട്ട് മാർച്ച് റിലേറ്റഡ് ദി ജനറൽ ഡിസയർ ഓഫ് ഫ്രീഡം ടു എ സ്പെസിഫിക് ഗ്രീവൻസ് ഷെയർഡ് ബൈ എവ്രിബഡി. എല്ലാവർക്കും ഉള്ള ഒരു ഗ്രീവൻസ് ആയിരുന്നു ഈ സോൾട്ട് ലോ. അപ്പോൾ അതിൽ ദസ് ഡിഡ് നോട്ട് ഡിവൈഡ് ദ റിച്ച് ആൻഡ് പുവർ. പണക്കാരെന്നോ പാവപ്പെട്ടവരോ എന്നോ ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ ഒരു കോസിന് വേണ്ടിയിട്ട്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നു. ഇവിടെ കാണുന്നത് മഹാത്മാഗാന്ധി ബ്രേക്കിംഗ് ദ സോൾട്ട് ലോ ബൈ പിക്കിംഗ് അപ്പ് ദി ലംപ് ഓഫ് നാച്ചുറൽ സോൾട്ട് അറ്റ് ദണ്ഡി ഇൻ 6th April 1930. ഏപ്രിൽ മാസം 6 തീയതി 1930 ഗാന്ധിജി ദണ്ഡിയിൽ ചെന്ന് അവിടെ നാച്ചുറൽ സോൾട്ട് പിക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് മാർച്ച്ഡ് ഓവർ 240 മൈൽസ്. 240 മൈലോളം സഞ്ചരിച്ച് നടന്ന് സബർമതിയിൽ തൊട്ട് കോസ്റ്റൽ ടൗൺ ഓഫ് ദണ്ഡിയിലെ കോസ്റ്റൽ ടൗൺ വരെ നടന്ന് ആൻഡ് ദേ ബ്രോക്ക് ദ ഗവൺമെൻറ് ലോ. ഗവൺമെൻറ്റിൻ്റെ നിയമമായ നാച്ചുറൽ സോൾട്ട് കളക്ട് ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ള ആ ഒരു ലോ ഈ ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഫോളോവേഴ്സും കൂടി അവർ തെറ്റിക്കുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്. ആൻഡ് ഗ്യാതേർഡ് നാച്ചുറൽ സോൾട്ട് ഫൗണ്ട് ഓൺ ദ സീ ഷോർ. ഈ കടലിൻ്റെ തീരത്തുള്ള നാച്ചുറൽ സോൾട്ട് ഗ്യാദർ ചെയ്യുകയാണ്, കളക്ട് ചെയ്ത്. ആൻഡ് ബോയിലിംഗ് സീ വാട്ടർ ടു പ്രൊഡ്യൂസ് സോൾട്ട്. പെസൻസ്, ട്രൈബൽസ് ആൻഡ് വുമൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലാർജ് നമ്പേഴ്സ്. ഇതിൽ പെസൻസും ട്രൈബൽസും വുമൻസും വനിതകളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബിസിനസ് ഫെഡറേഷൻ പബ്ലിഷ്ഡ് എ പാംഫ്ലെറ്റ് ഓൺ ദ സോൾട്ട് ഇഷ്യൂവിനെ കുറിച്ചൊരു പാംഫ്ലെറ്റ് വരെ ബിസിനസ് ഫെഡറേഷൻ പബ്ലിഷ് ചെയ്തു. The government tried to crush the movement through brutal action against the peaceful satyagrahis. ഈ പീസ്ഫുള്ളായി സത്യാഗ്രഹം ചെയ്യുന്ന ഈ ആൾക്കാരെ സപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് മെഷേഴ്സ് ഒരുപാട് ആക്ഷൻ എടുത്തു. thousands were sent to jail. ആയിരക്കണക്കിന് ആൾക്കാരെ അവർ ജയിലിലടച്ചു. വുമൺ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അംബാബായി ഫ്രം കർണാടകത്തിൽ നിന്നുള്ള അംബാബായിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വുമൺ ഇൻ ദ ഫ്രീഡം സ്ട്രഗിളിൽ വുമനെ കുറിച്ച്, വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച്. വുമൺ ഫ്രം diverse backgrounds
diverse backgrounds participated in the national movement. പല ബാക്ക്ഗ്രൗണ്ടുള്ള അവിടെ നിന്ന് വരുന്ന പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾ നാഷണൽ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. യങ്, ഓൾഡും, സിംഗിളും, മാരീഡും, അതുപോലെ തന്നെ റൂറലിൽ നിന്ന് വരുന്നവരും അർബൻ ഏരിയാസിൽ നിന്ന് വരുന്നവരും കൺസർവേറ്റീവ് ഹോംസിൽ നിന്ന് വരുന്നവരും ലിബറൽ ഹോംസിൽ നിന്ന് വരുന്നവരും ഒക്കെ ആയിട്ടുള്ള പല ഈ സ്ഥലത്തു നിന്ന് വരുന്ന പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വനിതകൾ ഈ ഫ്രീഡം സ്ട്രഗിളിൽ നാഷണൽ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Their involvement was significant for the freedom struggle, for the women's movement and for themselves personally. അവർക്ക് സ്വന്തമായും അതുപോലെ തന്നെ വുമൻസിൻ്റെ മൂവ്മെൻറ്റിനും ഫ്രീഡം സ്ട്രഗിളിനൊക്കെ അവരുടെ ഈ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. Both British officials and Indian nationalists felt that women's participation gave national struggle an immense force. ഒരുപാട് ശക്തി കൊടുത്തു ഈ വനിതകളുടെ ഇൻവോൾവ്മെൻറ്റ്. പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് ബ്രോട്ട് വുമൺ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. വനിതകളെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ഇൻവോൾവ്മെൻറ്റ്, ഈ ഫ്രീഡം മൂവ്മെൻറ്റിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ സഹായിച്ചു. ഇറ്റ് ഗേവ് ദം എ പ്ലേസ് ഇൻ ദ പ്രൊഫഷൻസിലും അതുപോലെ തന്നെ ഗവർണൻസ്, ഇന്ത്യയിലെ ഗവർണൻസിലും, അതുപോലെ തന്നെ ഈക്വാലിറ്റി വിത്ത് മെന്നുമായിട്ട് ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കാനൊക്കെ ഇത് സഹായിച്ചു. വാട്ട് സച്ച് പാർട്ടിസിപ്പേഷൻ meant for women is best recounted by them. Ambabai of Karnataka, who had been married at the age of 12 and widowed at 16, she picketed foreign cloth and liquor shops in Udupi. അംബാബായി, കർണാടകയിൽ നിന്ന് വരുന്ന അംബാബായിയുടെ വിവാഹം കഴിഞ്ഞത് 12-ാം വയസ്സിലായിരുന്നു. 16 വയസ്സായപ്പോഴേക്കും വിധവയായ ഒരു സ്ത്രീയാണ്. ഈ അംബാബായി ഫോറിൻ ക്ലോത്ത് ഷോപ്പും അതുപോലെ തന്നെ ലിക്കർ ഷോപ്പ്സൊക്കെ പിക്കറ്റ് ചെയ്തു ഉടുപ്പിയിൽ. ഷി വാസ് അറസ്റ്റഡ്. അംബാബായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സെർവ്ഡ് എ സെൻറ്റൻസ്, ജയിൽവാസം അനുഭവിച്ചു. ആൻഡ് അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെയും ഷി വാസ് റീ അറസ്റ്റഡ്. ബിറ്റ്വീൻ പ്രിസൺ ടേംസ് ഷീ മെയ്ഡ് സ്പീച്ചസ്. ഈ പ്രിസണിൽ ഈ ജയിൽവാസത്തിൻ്റെ ഇടയിൽ, ഈ ജയിൽവാസങ്ങൾക്കിടയിൽ ഈ അംബാബായി പ്രസംഗിച്ചു, സ്പിന്നിങ് പഠിപ്പിച്ചു, അതുപോലെ തന്നെ പ്രഭാത് ഫെരീസ് നടത്തി, സഭകൾ നടത്തി. അതുപോലെ തന്നെ അംബാബായി റിഗാർഡഡ് ദീസ് ആസ് എ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് ഹർ ലൈഫ്. ജീവിതത്തിൻ്റെ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നു അംബാബായി. ബിക്കോസ് ദേ ഗേവ് ഇറ്റ് എ ന്യൂ പർപ്പസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. Women, however, had to fight for their right to participate in the movement. ഇങ്ങനെയുള്ള ഫ്രീഡം സ്ട്രഗിളിലും ഈ മൂവ്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വിമൻസിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഡ്യൂറിങ് സോൾട്ട് സത്യാഗ്രഹ, ഫോർ ഇൻസ്റ്റൻസ്, ഈവൻ മഹാത്മാഗാന്ധി വാസ് ഇനിഷ്യലി ഒപ്പോസ്ഡ് ടു വുമൻസ് പാർട്ടിസിപ്പേഷൻ. സോ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ മഹാത്മാഗാന്ധി വരെ ഒരു കാലഘട്ടത്തിൽ എതിർത്തിരുന്നു. സരോജിനി നായിഡു ആയിരുന്നു ഈ ഗാന്ധിജിയെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിൽ, ഫ്രീഡം മൂവ്മെൻറ്റിൽ ഈ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ സരോജിനി നായിഡു ഒരു കാരണമായിരുന്നു. അതുപോലെ ദ കമ്പൈൻഡ് സ്ട്രഗിൾസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ബോർ ഫ്രൂട്ട് വെൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പ്രിസ്ക്രൈബ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. അപ്പം ഈ പല സ്ട്രഗിൾസും ഇന്ത്യൻസിൻ്റെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിൾസിൻ്റെ കമ്പൈൻഡ് എഫേർട്ടായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 1935 ആക്ട് പാസ്സാവുകയാണ്. അതിലെന്ന് പറഞ്ഞ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുക്കുകയാണ്. പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദ പ്രൊവിൻസസ് ടു മേക്ക് റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്. ഓരോ പ്രൊവിൻസസിനും അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ആ ഫെഡറേഷൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് അവർ ഇൻഡിപെൻഡൻ്റായ ഡിസിഷൻ
എടുക്കാമെന്നുള്ള ഒരു പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുക്കുകയാണ്. ദ ഗവൺമെൻറ് അനൗൺസ്ഡ് എലക്ഷൻസ് ടു ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് 1937. 1937 ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിലോട്ട് ഉള്ള എലക്ഷൻസും അനൗൺസ് ചെയ്യണം ഗവൺമെൻറ്. കോൺഗ്രസ് ഫോംഡ് ഗവൺമെൻറ്റ്സ് ഇൻ 7 out of 11 provinces. 11 പ്രൊവിൻസസിൽ 7 പ്രൊവിൻസസിൽ എലക്ഷൻസ് ജയിച്ചു. അവർ കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. അവർ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഇൻ സെപ്റ്റംബർ 1939, 1939 ആഫ്റ്റർ 2 years ഓഫ് കോൺഗ്രസ് റൂൾ ഇൻ ദ പ്രോവിൻസസ്, ഈ പ്രോവിൻസസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 വർഷത്തെ റൂളാകുമ്പോഴേക്കും സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്. അപ്പോഴേക്കും 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ക്രിട്ടിക്കൽ ഓഫ് ഹിറ്റ്ലറിനെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഈ കോൺഗ്രസ് ലീഡേഴ്സ് വെർ റെഡി ടു സപ്പോർട്ട് ബ്രിട്ടീഷ് വാർ എഫേർട്സ്. ബ്രിട്ടീഷിൻ്റെ വാർ എഫേർട്സിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ബട്ട് ഇൻ റിട്ടേൺ അതിന് പകരമായിട്ട് കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തത്, കോൺഗ്രസ് ലീഡേഴ്സ് ഡിമാൻഡ് ചെയ്തത്, ദി വാണ്ടഡ് ദാറ്റ് ഇന്ത്യ ബി ഗ്രാൻറ്റഡ് ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ദ വാർ. ഈ വാർ കഴിയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് ഈ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തത്. ബ്രിട്ടീഷ് റിഫ്യൂസ്ഡ്. ആ ഡിമാൻഡ് ബ്രിട്ടീഷുകാർ സാധിച്ചു കൊടുത്തില്ല. ബ്രിട്ടീഷ് റിഫ്യൂസ് ചെയ്തു. ദ കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻ ഇൻ പ്രൊട്ടസ്റ്റ്. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കോൺഗ്രസ് റിസൈൻ ചെയ്യണം എല്ലാ പോസ്റ്റിൽ നിന്നും. വീർ ലഖൻ നായക് വാസ് ഹാങ്ഡ്. വീർ ലഖൻ നായകിനെ ഹാങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് അവിടെ. ബാജി മുഹമ്മദ്, പ്രസിഡൻ്റ് ഓഫ് നബ്രങ്പൂർ കോൺഗ്രസ്, ഒറീസയിലെ നബ്രങ്പൂർ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബാജി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യാണ്. ഓൺ August 25, 1942, 19 people died on the spot in police firing at പാപ്പറാണ്ടി ഇൻ നബ്രങ്പൂരിലെ പാപ്പറാണ്ടിയിൽ 19 ആൾക്കാർ പോലീസ് ഫയറിങ്ങിൽ മരിക്കുകയാണ്. മെനി ഡൈഡ് ദെയർ ആഫ്റ്റർ ഫ്രം ദെയർ വൂൺസ്. ഇഞ്ചുറി കൊണ്ട് പലരും അത് കഴിഞ്ഞും മരിച്ചു. ഓവർ 300 were injured. 300-ലധികം പേര് ഇഞ്ചുറായി. more than 1,000 were jailed in കോരാപുട്ട് ഡിസ്ട്രിക്ട്. 1000-ലധികം പേരെ ജയിലിലടച്ചു. several were shot, executed. കുറേ പേര് വെടിവെച്ച് കൊന്നു. വീർ ലഖൻ നായക്, എ ലെജൻഡറി ട്രൈബൽ ലീഡർ ഹു ഡിഫൈഡ് ദ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായ ഒരു ട്രൈബൽ ലീഡറായിരുന്നു വീർ ലഖൻ നായക്. വാസ് ഹാങ്ഡ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. നായക് ബാജി ടെൽസസ്, ഈ മുഹമ്മദ് ബാജി പറയാണ്, നായക് വാസ് നോട്ട് വറീഡ് അബൌട്ട് ബീയിങ് എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ട് ചെയ്യായ അദ്ദേഹത്തെ ഹാങ് ചെയ്യുമ്പോൾ ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. ഓൺലി സാഡ് ദാറ്റ് ഹി വുഡ് നോട്ട് ലിവ് ടു സീ ഫ്രീഡംസ് ഡോൺ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ മോർണിംഗ്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻകിരണങ്ങൾ കാണാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചായിരുന്നു അദ്ദേഹത്തിന് സങ്കടം. ബാജി മുഹമ്മദ് മൊബിലൈസ്ഡ്. ഈ ബാജി മുഹമ്മദ് ഓൾമോസ്റ്റ് 20,000 ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് ടു ജോയിൻ നാഷണൽ സ്ട്രഗിളിൽ അവരെ പങ്കെടുപ്പിച്ചു. ഹി ഓഫേർഡ് സത്യാഗ്രഹ മെനി ടൈംസ് ഓവർ. ഒരുപാട് പ്രാവശ്യം സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെർവ്ഡ് ലോങ് ജയിൽ ടേംസ്. ഒരുപാട് കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് സരോജിനി നായിഡു വിത്ത് മഹാത്മാഗാന്ധി ഇൻ പാരീസ് 1931 പാരീസിൽ മഹാത്മാഗാന്ധിയോടൊപ്പമുള്ള സരോജിനി നായിഡു ആണ്. ആക്റ്റീവ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ് സിൻസ് ഏർലി 1920s. 1920 മുതൽ ആക്റ്റീവായിരുന്നു നാഷണൽ മൂവ്മെൻറ്റിൽ. നായിഡു വാസ് എ സിഗ്നിഫിക്കൻറ്റ് ലീഡർ ഓഫ് ദി ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ചിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡർ കൂടിയായിരുന്നു സരോജിനി നായിഡു. ഷീ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
ഇൻ 1925 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്ന ഫസ്റ്റ് വുമൺ ലീഡർ കൂടിയാണ് സരോജിനി നായിഡു. ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോട്ടോയാണ്. സുഭാഷ് ചന്ദ്രബോസ് റാഡിക്കൽ നാഷണലിസ്റ്റ്, ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു. വിത്ത് സോഷ്യലിസ്റ്റ് ലേണിങ്സ് ഉള്ള, സോഷ്യലിസ്റ്റ് ഫീലിങ്സ് ഉള്ള ഒരു നാഷണലിസ്റ്റ് ലീഡറായിരുന്നു. ബോസ് ഡിഡ് നോട്ട് ഷെയർ ഗാന്ധിജീസ് ഐഡിയൽ ഓഫ് അഹിംസയിൽ വിശ്വസിച്ചിരുന്നില്ല. ദോ ഹി റെസ്പെക്റ്റഡ് ഹിം ആസ് എ ഫാദർ ഓഫ് ദി നേഷൻ. ഫാദർ ഓഫ് ദി നേഷനായിട്ട് ഗാന്ധിജിയെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, കൺസിഡർ ചെയ്തിരുന്നു. ഇൻ ജനുവരി 1941 1941 ഹി സീക്രട്ട്ലി ലെഫ്റ്റ് ഹിസ് കൽക്കട്ട ഹോം വിട്ട് സിംഗപ്പൂരിലോട്ട് പോയി, ജർമ്മനി വഴി. ആൻഡ് റേസ്ഡ് ആസാദ് ഹിന്ദ് ഫൗജ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന ആർമി ഉണ്ടാക്കുകയാണ്. ടു ഫ്രീ ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷിൻ്റെ കൺട്രോളിൽ നിന്ന് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാനായിട്ട്. 1944 1944 INA ട്രൈ ടു എൻ്റർ ഇന്ത്യ ത്രൂ ഇംഫാൽ ആൻഡ് കൊഹിമ. ഈ ഇംഫാലിലൂടെയും കൊഹിമയിലൂടെയും ഇന്ത്യയിലോട്ട് കടക്കാനായിട്ട് INA പരിശ്രമിച്ചു. ബട്ട് ക്യാമ്പയിൻ ഫെയിലാവുകയാണ്. INA മെമ്പേഴ്സ് വെർ ഇംപ്രിസൺഡ്, അവരെ ജയിലിലടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പീപ്പിൾ അക്രോസ് ദ കൺട്രി ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്, എല്ലാ ആൾക്കാരും ഈ INAയുടെ ട്രയൽ, INAയുടെ വിചാരണ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റായിട്ട് റിയാക്ട് ചെയ്തിരുന്നു, മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ലെസണിൽ നോക്കാം, അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ.